ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹനിയയെ വധിച്ചതിന് പിന്നാലെ തങ്ങൾ കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ട മറ്റൊരു നേതാവായിരുന്നു ഹമാസ് സൈനിക വിഭാഗം മേധാവി മുഹമ്മദ് ദൈഫ്. എന്നാൽ മുഹമ്മദ് ദൈഫ് സുരക്ഷിതനാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഹമാസ് മുതിർന്ന വക്താവ് ഒസാമ ഹംദാൻ. അസോസിയേറ്റ് പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് ഹംദാൻ ഇക്കാര്യം വ്യക്തമാക്കിയതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡിന്റെ മേധാവിയായി മുഹമ്മദ് ദൈഫിനെ ജൂലൈ 13-ന് ഖാൻ യൂനിസിൽ നടത്തിയ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയെന്നാണ് ഇസ്രായേൽ വാദം. എന്നാൽ ഇത് തെറ്റാണെന്നും ദൈഫ് സുഖമായിരിക്കുന്നുവെന്നും ഹംദാൻ പറഞ്ഞു. ജൂലൈയിൽ ഖാൻ യൂനിസിൽ ഇസ്രായേൽ നടത്തിയ മനുഷ്യത്വരഹിത ആക്രമണത്തിൽ നിരവധി ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു. ഈ കൂട്ടക്കൊലയെ ന്യായീകരിക്കാനാണ് മുഹമ്മദ് ദൈഫിനെ വധിച്ചുവെന്ന് ഇസ്രായേൽ പറഞ്ഞുണ്ടാക്കിയതെന്നും ഹംദാൻ വ്യക്തമാക്കി. ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയയെ തെഹ്റാനിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ദൈഫിനെ കൊലപ്പെടുത്തിയെന്ന അവകാശവാദവുമായി ഇസ്രായേൽ രംഗത്തെത്തിയത്. ഒക്ടോബർ 7-ലെ ഹമാസ് ആക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് മുഹമ്മദ് ദൈഫ് ആണെന്നാണ് ഇസ്രായേലിന്റെ ആരോപണം. ഗസയിലെ ഹമാസ് തലവൻ യഹിയ സിൻവാറിനെ പോലെ ഖാൻ യൂനിസിലെ അഭയാർത്ഥി ക്യാമ്പിൽ 1965-ലാണ് മുഹമ്മദ് ദൈഫ് ജനിച്ചത്. യഥാർത്ഥ പേര് മുഹമ്മദ് ദൈബ് ഇബ്രാഹിം അൽ മസ്രി. 1987-ൽ ഒന്നാം ഇന്തിഫാദയുടെ സമയത്ത് ഹമാസിൽ ചേർന്നതോടെയാണ് മുഹമ്മദ് ദൈഫ് എന്ന പേര് സ്വീകരിച്ചത്. ഗസ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സയൻസിൽ ബിരുദം നേടിയ ദൈഫ് 1990-ൽ ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് രൂപീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ആളാണ്. 2002-ലാണ് അദ്ദേഹം സേനാ കമാൻഡറാകുന്നത്. 20 വർഷത്തോളമായി അൽ ഖസാം ബ്രിഗേഡിന്റെ തലവനായ ദൈഫ് ഇസ്രായേലിന്റെ 8 വധശ്രമങ്ങൾ അതിജീവിച്ച നേതാവാണ്. ജൂലൈ 13-നായിരുന്നു ഇതിൽ ഒടുവിലത്തേത്. അന്ന് ഖാൻ യൂനിസിൽ UN സുരക്ഷിത മേഖലയിൽ നടത്തിയ ആക്രമണത്തിൽ 90-ലേറെ ഫലസ്തീനികൾ കൊല്ലപ്പെട്ടെങ്കിലും ദൈഫ് അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. UN സുരക്ഷിത മേഖലയായി അംഗീകരിച്ച അൽ മവാസി അഭയാർത്ഥി ക്യാമ്പിന് നേരെയായിരുന്നു ഇസ്രായേലിന്റെ വൻ വ്യോമാക്രമണം നടന്നത്. ആക്രമണം മുഹമ്മദ് ദൈഫിനെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു എന്നാണ് ഇസ്രായേലിന്റെ വാദം. എന്നാൽ ദൈഫിനെ ഒന്നും ചെയ്യാനായിട്ടില്ലെന്ന് ഹമാസ് പ്രതികരിച്ചിരുന്നു. ഹമാസിന്റെ സൈനിക നടപടികൾക്കെല്ലാം ദൈഫ് നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നുണ്ടെന്ന് ഒരു ഹമാസ് വൃത്തം വാർത്താ ഏജൻസിയായ AFPയോട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. മുമ്പൊരിക്കൽ നടന്ന വധശ്രമത്തിനിടെ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റ് കാലിന്റെ ശേഷി നഷ്ടപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. 2006-ൽ ഹമാസ് നേതാക്കൾ ഒരുമിച്ച് കൂടിയ കെട്ടിടത്തിന് നേരെ നടന്ന ആക്രമണത്തിലും ദൈഫിന് ഗുരുതരമായി പരിക്കേറ്റെങ്കിലും രക്ഷപ്പെട്ടു. 2014-ൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ദൈഫിന്റെ ഭാര്യയും മക്കളും കൊല്ലപ്പെട്ടിരുന്നു. പക്ഷേ അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. 2021-ൽ നടത്തിയ 11 ദിവസത്തെ ആക്രമണങ്ങൾക്കിടെ 2 തവണ ദൈഫിനെ വധിക്കാൻ ശ്രമിച്ചിരുന്നതായി ഇസ്രായേൽ തന്നെ സമ്മതിച്ചിരുന്നു. എന്നാൽ ആ 2 തവണയും പരാജയപ്പെട്ടു. ഇത്തരത്തിൽ നിരന്തരം വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിനാൽ ഫലസ്തീനികൾ അദ്ദേഹത്തിന് ഒരു ഓമന പേരിട്ടു: 9 ജീവനുകളുള്ള പൂച്ച. ഇസ്രായേലിനെ എപ്പോഴും കുഴക്കിയിട്ടുള്ള ഗസയിലെ ഹമാസ് തുരങ്കങ്ങളുടെ സൂത്രധാരന്മാരിൽ ഒരാൾ കൂടിയാണ് ദൈഫ്. 1989-ൽ സംഘടനയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ഇസ്രായേൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ജയിലിൽ മോചിതനായത്. പതിറ്റാണ്ടുകളായി ഇസ്രായേലിനെ ഉറക്കം കെടുത്തുന്ന ഹമാസ് നീക്കങ്ങളുടെ തലച്ചോറായ ദൈഫ് എന്നും അവരുടെ നോട്ടപ്പുള്ളിയാണ്.